ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത് കണവ വെച്ചിട്ടുള്ളൊരു തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 3/4 കിലോളം ഇത് ഉണ്ടാകും. അതേ നല്ലോണം ഉപ്പ് കൂട്ടൊന്ന് ഒരച്ച് കഴുകി ഒരു 6-7 വെള്ളം നന്നായിട്ടൊന്ന് കഴുകി വെള്ളമൊക്കെ കളഞ്ഞൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു മൺചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. കറിയൊക്കെ വെക്കുന്നൊരു ചട്ടിയിലോട്ട് അതിലേക്ക് നമുക്ക് ഒരു 1-2 തണ്ട് കറിവേപ്പില ചേർത്തെടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു 8-10ഓളം കാന്താരി മുളകാണ്. വെള്ള കാന്താരി മുളകുണ്ട്, നോർമൽ കാന്താരി മുളകുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ചേർത്തെടുക്കാം. ഇതിന് പകരമായിട്ട് പച്ചമുളക് എടുത്താലും മതി. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കുന്ന സമയത്ത് പച്ചമുളക് ചേർത്ത് കൊടുത്താലും മതിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കാന്താരി മുളക് ഉള്ളതുകൊണ്ടാണ് അത്രയും കാന്താരി മുളക് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഏകദേശം 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്തെടുക്കുന്നുണ്ട്. ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് കൈ കൊണ്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിത് അടപ്പുകൊണ്ടൊന്ന് അടച്ചിട്ട് ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റൗ ഒന്ന് കത്തിച്ചിട്ട് അതിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്നിരുന്നാവട്ടെ. ആ ഒരു ടൈമോട് ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതിലേക്ക് ഒരു 10-12 അല്ലി വെളുത്തുള്ളിയാണ്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, 10-25ഓളം ചെറിയ ഉള്ളി നന്നായിട്ട് തൊലി കളഞ്ഞ് കഴുകിയെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് ഒതുക്കിയെടുക്കാം. ഒരുപാടങ്ങ് അരച്ചെടുക്കല്ലേ, ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതിയാകും. ആ ഒരു കൂട്ടും കൂടെ നമുക്കിനി ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചെടുക്കാം. ഈ ഒരു ടൈമിൽ നമ്മൾ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. കുറഞ്ഞതൊരു 1/4 മണിക്കൂറെങ്കിലും ആവും ഇതൊന്ന് റെഡിയായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 8-10 മിനിറ്റ് ആകുന്ന സമയത്ത് തന്നെ ഇതിൽ നല്ലോണം ഇങ്ങനെ വെള്ളം വന്നു തുടങ്ങും കേട്ടോ. അപ്പോൾ ഈ ഒരു വെള്ളം ഒന്ന് വന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം ഒന്ന് വറ്റി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അത് അടപ്പൊന്ന് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റണം. ഈ ഒരു വെള്ളം വറ്റി വരുന്ന സമയത്ത് ഏകദേശം ഇതൊന്ന് റെഡിയായി കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മൺചട്ടിയിൽ വേവിക്കേണ്ട എന്നാണെന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് റെഡി ആവണമെന്നുണ്ടെങ്കിൽ കുക്കറിൽ നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് ഇതുപോലെ ഒരു ചട്ടിയിലോട്ട് മാറ്റിയിട്ട് വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താലും മതിയാകും കേട്ടോ. അപ്പോഴും പെട്ടെന്ന് റെഡിയായി കിട്ടിക്കോളും. അപ്പോൾ ഞാൻ വീണ്ടും അടപ്പുകൊണ്ട് അടച്ചിട്ട് ഇതൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഞാൻ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നേരത്തെ നമ്മൾ ചെറിയ ഉള്ളി വെളുത്തുള്ളിലേക്ക് ചതച്ചില്ല, ആ ഒരു ജാറ് തന്നെയാണ്. അതിലേക്ക് ഇനി നമുക്ക് ഒരു 1.5 കപ്പോളം ചിരകി എടുത്തിട്ടുള്ള തേങ്ങയാണ്. അതിനോടൊപ്പം തന്നെ നമുക്കൊരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകവും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. കാശ്മീരി ചില്ലി പൗഡറിൽ നല്ലോണം എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്താൽ മതി ഇങ്ങോട്ട്. ചെറിയൊരു കളർ വ്യത്യാസത്തിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇത്രയും കൂടെ ചേർത്ത് ഒന്ന് ഒതുക്കിയെടുക്കാം. ഒരുപാട് നമ്മളങ്ങ് അരച്ചെടുക്കരുത്. ഈ ഒരു പാകത്തിനൊന്ന് ഒതുക്കി മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഒരു കൂന്തൽ അല്ലെങ്കിൽ കണവ എന്നുള്ള വെള്ളമൊക്കെ അധികമൊന്നും വറ്റിയിട്ടില്ല, കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് തന്നെ നമുക്ക് നേരത്തെ ഒതുക്കി വെച്ചിട്ടുള്ള ഒരു തേങ്ങാക്കൂട്ടും കൂടെ വെച്ചിട്ട് അടച്ച് വെച്ച് വീണ്ടും ഒരു 15 മിനിറ്റോളം വീണ്ടും ഒരു ലോ ഫ്ലെയിമിലൊന്ന് ആക്കി വയ്ക്കാം. ഒരു 15 മിനിറ്റ് കഴിയുന്ന സമയത്ത് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി എല്ലാം കൂടെ യോജിപ്പിക്കാം. ഈ ഒരു ടൈമിൽ നോക്കണേ, വെള്ളം വറ്റിയില്ല എന്നുണ്ടെങ്കിൽ, അപ്പോൾ ഈ കൂന്തൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഹൈ ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് ആ ഒരു വെള്ളം ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കിയെടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് പെട്ടെന്നൊന്ന് വറ്റി കിട്ടിക്കോളും കേട്ടോ. അപ്പോൾ നല്ല തനി നാടൻ റെസിപ്പി ആയിട്ടുള്ള കൂന്തൽ ഓർ കണവ ഇവിടെ തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിനായിട്ട് കഴിക്കാൻ വേണ്ടി ചോറിൻ്റെ കൂടെ. അപ്പോൾ നമ്മൾ ഈ ഒരു കോംബോ എന്ന് പറയുന്നത് ഈ ഒരു കണവ തോരനും ഒരു രസം ഉണ്ടെങ്കിൽ നല്ല കോമ്പിനേഷൻ ഉണ്ട്. നല്ല വെള്ളയരി ചോറിൻ്റെ കൂടെയാണ് കൂടുതൽ മാച്ചാകുന്നത് ഈ ഒരു തോരൻ. അപ്പോൾ നമ്മുടെ കൂന്തൽ തോരൻ അല്ലെങ്കിൽ കണവ തോരൻ ഇവിടെ ഉണ്ട്. നമ്മുടെ ട്രിവാൻഡ്രം ഭാഗത്ത് പൊതുവേ ഇതിനെ കണവയെന്നാണ് പറയുന്നത്. ഇവിടെ അങ്ങനെ അധികം കൂന്തലൊന്നും ആരും പറയില്ല. അപ്പോൾ ആ കണവ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും, 1/4 ടീസ്പൂണോളം കടുകും, പിന്നെ 1-2 തണ്ട് കറിവേപ്പിലയും, കുറച്ച് 3-4 വറ്റൽമുളകും കൂടെ ചേർത്തിട്ടൊന്ന് താളിച്ച് ഇതിലേക്ക് ചേർത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ മല്ലിയിലുണ്ടെങ്കിൽ അത് കുറച്ച് ചേർത്തെടുക്കാം കേട്ടോ. എൻ്റെ കയ്യിലില്ല, അതുണ്ടെങ്കിൽ ചേർക്കപ്പോൾ ഒന്നും കൂടെ നല്ലൊരു ഫ്ലേവർ കിട്ടും ഈ ഒരു തോരന്. അപ്പോൾ ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചൊന്ന് മാറ്റി വയ്ക്കാം. ഒരു 10-12 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ആ ഒരു കടുകൊക്കെ പൊട്ടിച്ചതിന് ഒരു സ്മെല്ലൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി വീഡിയോയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ, യൂട്യൂബിലാണ് നിങ്ങൾ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, ഫേസ്ബുക്കിലാണ് നിങ്ങളൊരു വീഡിയോ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനായിട്ട് മറക്കല്ലേ. ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.